ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മുമ്പുള്ള ആഴ്ചകളിൽ നമ്മൾ ചെയ്യുന്നത് പോലെ നമുക്ക് തിരികെ 1 തെസ്സലോനിക്കരുടെ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 1-ാമത്തെ അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളാണ് നമ്മളിന്ന് ശ്രദ്ധിക്കുന്നത് പ്രത്യേകിച്ച്. അതോടൊപ്പം തന്നെ 10 വരെയുള്ള വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരാമർശിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇതാണ് കണ്ടത്. തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട് വർക്കിങ്ങിനെ പറ്റിയും സ്നേഹത്തിൽ നിന്നുമുള്ള അവരുടെ പ്രയത്നത്തെ പറ്റിയും പ്രത്യാശയിൽ നിന്നും വരുന്ന അവരുടെ സ്ഥിരതയെ പറ്റിയും പൗലോസ് നന്ദി തുടർമാനമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കണ്ടത്. ഈ ഭാഗത്ത് നാം കാണാൻ പോകുന്ന വിഷയം തെസ്സലോനിക്കയിലെ വിശ്വാസികളെ ദൈവത്തിൻ്റെ മുൻ അറിവിൽ വെച്ച് ദൈവം അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എലക്ഷൻ, തിരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ ഇടയിൽ അങ്ങനെ അധികം ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് മുന്നറിവ്, തിരഞ്ഞെടുപ്പ് എന്നുള്ളത്. പലപ്പോഴും ഒരു തർക്കത്തിലേക്കാണ് പലപ്പോഴും ആ ഒരു സംസാരം പോകുന്നത്. എന്നാൽ നമ്മളിത് എത്രത്തോളം ഡിസ്കസ് ചെയ്യാതിരുന്നാലും ഈ ഒരു വിഷയം അല്ലെങ്കിൽ മുന്നറിവ്, തിരഞ്ഞെടുപ്പ് എന്നുള്ളൊരു വിഷയം ഇല്ല എന്ന് പറഞ്ഞാലും ഒരു വസ്തുത നിലനിൽക്കുന്നൊരു കാര്യമാണ്. അതായത് തിരുവെഴുത്ത് ഇതിനെപ്പറ്റി നിഷേധിക്കാനാവാത്ത രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് എന്നുള്ളത് നമുക്ക് കണ്ണുമടച്ച് ഇരുട്ടാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് ഈ കാര്യത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയത്തെപ്പറ്റി ഇവിടെ 2 പോയിന്റാണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് ആദ്യം 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഒന്ന് വായിച്ചാട്ടെ. 4-ാമത്തെ വാക്യം ആരെങ്കിലും വായിക്കാമോ? ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. യെസ്, മോട്ടിവേഷൻ ബിഹൈൻഡ് എലക്ഷൻ ടുവേർഡ്സ് ഇറ്റേണൽ ലൈഫ്. നിത്യജീവനിലേക്കായിട്ടുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു തേജോവികാരം, പ്രേരണ. വിഗ്രഹാരാധികളായിട്ടുള്ള ആൾക്കാരായിരുന്നു ഇവരെല്ലാവരും. അത് നമ്മൾ ഓർക്കണം. ദേ യൂസ് ടു വർഷിപ്പ് ഐഡൽസ്. അവർ ദൈവത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള നിയമങ്ങളെ ലംഘിക്കുന്ന എല്ലാ രീതികളുമുള്ള വ്യക്തികളായിരുന്നു. പേഗൻ റിച്വൽസ് അവരെല്ലാവരും പാലിച്ചിരുന്നു. അപ്പോൾ സ്വഭാവത്താൽ അവർ നോക്കുവാണെങ്കിൽ അവരാരും ദൈവത്തെ അന്വേഷിച്ച് പോകുന്നവരല്ല. എന്നാൽ തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു സ്റ്റെപ്പ് എടുത്ത് ദൈവം അവരെ നിത്യജീവനിലേക്കായിട്ട് എടുക്കുന്നു. കാരണം ദൈവം അവരെ സ്നേഹിക്കുന്നു. ഹി ചൂസസ് ദം ബിക്കോസ് ഹി ലവ്സ് ദം. തൻ്റെ സ്നേഹത്തെ താൻ അവരുടെ മേൽ വെക്കുന്നു. ദൈവത്തെ അന്വേഷിക്കാത്തവരെയാണ് ദൈവം അന്വേഷിച്ച് വരുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഗോഡ് സീക്സ് ഫോർ ദോസ് ഹു നെവർ വെൻ സെർച്ചിങ് ഫോർ ഹിം ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. അപ്പോൾ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പകർന്നു കൊടുക്കുന്നതിലൂടെ ദൈവം ഇത് ചെയ്യുന്നതിലൂടെയാണ് തെസ്സലോനിക്കയിലെ വിശ്വാസികൾ തമ്മിൽ അവരുടെ സ്നേഹത്തെ പ്രകടമാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ആദ്യം ഇവരെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ പരിണതഫലമാണ് ഇവർ തമ്മിൽ സ്നേഹിക്കുന്നത്. ഇറ്റ് കോസ്റ്റ് ദെയർ ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് ഇൻ ക്രൈസ്റ്റ് ടു എക്സിസ്റ്റ്. ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസവും പ്രത്യാശയും ഉണ്ടാവാൻ തന്നെ കാരണം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ദൈവത്തിനോട് പൗലോസ് ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ നന്ദി പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അവരുടെ വിശ്വാസം, സ്ഥിരത, പ്രത്യാശ. വിശ്വാസം, സ്ഥിരത, സ്നേഹം, പ്രത്യാശ. ഈ 3 കാര്യങ്ങളുടെ ഒരു നിറവ് ഇവർക്കുണ്ട്. ആ നിറവിൻ്റെ കാരണം ദൈവം അവരെ സ്നേഹിച്ചതുകൊണ്ടാണ്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ദൈവം നമ്മളെ സ്നേഹിച്ചില്ലായിരുന്നുവെങ്കിൽ, ദൈവം തൻ്റെ കരുണയെ നമ്മളുടെ മേൽ പതിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രത്യാശയോ വിശ്വാസമോ നമുക്ക് ഉണ്ടാവത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവമാണ് ഈ ബന്ധത്തിൻ്റെ, രക്ഷണീയ ബന്ധത്തിൻ്റെ ഇനിഷ്യേറ്റീവ് ആദ്യം എടുക്കുന്നത്. നമ്മൾ ആദ്യം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവമാണ് നമ്മളെ ആദ്യം സ്നേഹിക്കുന്നത്. നമ്മൾ ആത്മീക തലത്തിൽ നോക്കിയാൽ പവർലെസ് ആണ്,
ലൈഫ്ലെസ് ആണ്, അതായത് ശക്തിഹീനരാണ്, ബലഹീനരാണ്, ജീവനില്ലാത്തവരാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് എന്നുള്ള ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു ഉപദേശം നമ്മളിത് പഠിക്കുമ്പോൾ നമ്മളുടെ അഹങ്കാരത്തെയോ സ്വയമുള്ള മൂല്യത്തെയോ കൂട്ടാൻ വേണ്ടിയിട്ടാവരുത്. അതായത് ദൈവത്തെ പറ്റി നമുക്കിതറിയാം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ദൈവം എന്നെ തിരഞ്ഞെടുത്തു, അപ്പോൾ എന്നിൽ എന്തൊക്കെയോ ഗുണങ്ങളുള്ളതുകൊണ്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തെന്നുള്ള ഒരു അഹങ്കാരത്തിലേക്ക് നാം പോകരുത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, the doctrine of election should help us in developing an attitude of thankfulness and humility. നന്ദിയുടെയും വിനയത്തിൻ്റെയും ഒരു മനോഭാവം ഉളവാക്കാനുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഉപദേശം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളിൽ ഒരു നന്മയുമില്ല എന്ന് നാം തിരിച്ചറിയുമ്പോൾ നമുക്ക് അഹങ്കാരമല്ല, വിനയമാണ് ഉണ്ടാവുന്നത്. നാം ദൈവത്തോട് പാപനിമിത്തം അകന്നിരുന്നവരായിരുന്നു, അതിക്രമങ്ങളിൽ മരിച്ചു കിടന്നവരായിരുന്നു. അപ്പോൾ മരിച്ചു കിടക്കുന്ന നമുക്ക് ദൈവത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞുവെങ്കിൽ അത് ദൈവം ആദ്യത്തെ പടി എടുത്തതുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ അതായത് ഈ സമയത്ത് മറ്റുള്ള വിശ്വാസികളോട് സ്നേഹത്താൽ പെരുമാറുന്നവരാണ് നാം എങ്കിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? ദൈവം തൻ്റെ സ്നേഹത്തെ പകർന്നു നൽകിയത് കൊണ്ടാണ്. we were the recipients of unselfish love on God's part. ദൈവത്തിൻ്റെ ഭാഗത്തിൽ നിന്നും നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ ഓഹരിക്കാരായി നാം ആയി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സഹോദരന്മാർക്ക് എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അത് കാരണമാകുന്നത്. Remember that our love for others is not a means to obtain God's love. ദൈവത്തിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടല്ല നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം ലഭിച്ചതുകൊണ്ടാണ് നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. ഇനി 5-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ തെരഞ്ഞെടുപ്പിൻ്റെ തെളിവുകളെ പറ്റി, എവിഡൻസസ് ഓഫ് എലക്ഷൻ, അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. പൗലോസിനും കൂട്ടർക്കും വളരെ ഉറപ്പുണ്ട്, ദൈവം ഇവരെ തിരഞ്ഞെടുത്തു, അത് തെസ്സലോനിക്ക വിശ്വാസികളെ തിരഞ്ഞെടുത്തു നിത്യജീവനിലേക്കായിട്ട്. അതിന് ചില കാരണങ്ങൾ താൻ നിരത്തുന്നുണ്ട്. നമുക്ക് ആദ്യം 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാരണം ഓതന്റിസിറ്റി ഓഫ് ദ മെസ്സഞ്ചേഴ്സ് ഹു പ്രൊക്ലെയിം ദ ഗോസ്പൽ. സുവിശേഷ സത്യത്തെ പ്രസംഗിക്കുന്നവരുടെ ആധികാരികത, അതാണ് നമ്മളിവിടെ ഈ വാക്യത്തിൽ കാണുന്നത്. അപ്പോൾ തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് എങ്ങോട്ടാണ്? ഇവർ അവരുടെ ഇടയിൽ മിഷണറിമാരായിട്ട് പോയപ്പോൾ അവരുടെ ഇടയിൽ കാണിച്ച സ്വഭാവം, അതാണ് ഇവിടെ അവരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് പറയുന്നത്? ഇവർ സുവിശേഷ സത്യത്തെ അറിയിച്ചപ്പോൾ അത് അവരുടെ ഇടയിൽ എങ്ങനെയാണ് ചെന്നപ്പെട്ടത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 5-ാമത്തെ വാക്യത്തിൽ പൗലോസിൻ്റെയും കൂട്ടരുടെയും അവരുടെ സന്ദേശത്തിൻ്റെയും കാര്യത്തിനോട് ബന്ധപ്പെട്ട് 4 കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, ദ ഗോസ്പൽ കെയിം ടു ദെം ഇൻ വേർഡ്. അതൊന്ന് വായിക്കാവോ മലയാളത്തിൽ? വാക്കാൽ മാത്രമല്ല അല്ലേ? ആദ്യത്തെ വാചകം വചനമായി മാത്രമല്ല, വചനത്തിൽ വന്നു. അദ്ദേഹം പറയാം, God makes sure that those whom he elected for eternal life will have an access to his word. ദൈവം ആരൊക്കെയോ തൻ്റെ ജനമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നുണ്ടോ അവർക്കെല്ലാം ദൈവത്തിൻ്റെ വചനത്തോട് ഒരു ആക്സസ് ദൈവം ഉറപ്പുവരുത്തുന്നുണ്ട്. എങ്ങനെയാണ്? ഈ കേൾവിക്കാരെ മാത്രമല്ല, അത് സംസാരിക്കുന്ന ആൾക്കാരെ ദൈവം ഒരുക്കും. പലപ്പോഴും മുന്നറിവ് അല്ലെങ്കിൽ മുൻനിർണയം, തിരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മൾ കേൾവിക്കാരുടെ ഒരു ആംഗിളിൽ നിന്ന് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. അതായത് ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു, ആ വ്യക്തി വിശ്വാസത്തിൽ വന്നു. പക്ഷെ ഇതിൻ്റെ നടുക്കുള്ള ആ ഒരു പോയിന്റിനെ നമ്മൾ മറക്കുന്നു. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ആ വ്യക്തി വചനം കേൾക്കണം, അല്ലേ? ആരിലൂടെ കേൾക്കണം? അവരെയും ദൈവം ഒരുക്കിയിട്ടുണ്ട്. God has prepared those who proclaims the gospel. God moves the speaker who proclaims the gospel. കേൾവിക്കാരെ മാത്രമല്ല, പ്രസംഗിക്കുന്ന ആളെയും ദൈവം നിയന്ത്രിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. പ്രത്യേകിച്ച് മക്കദോനിയയിലേക്കുള്ളൊരു വിളി അവിടെ വരുമ്പോൾ അതിനു മുമ്പ്
ദൈവത്തിൻ്റെ ആത്മാവ് ചില സ്ഥലങ്ങളിലേക്ക് പോകുവാൻ അവരെ അനുവദിച്ചിരുന്നില്ല. എന്നാൽ മക്കെദോന്യയിലേക്കുള്ള വിളി പൗലോസിന് കിട്ടിയപ്പോൾ പൗലോസ് അതിനോട് പ്രതികരിച്ച് പുറപ്പെട്ടു. ഓക്കെ, ദൈവം ചില വ്യക്തികൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ വിളിയെ പൗലോസ് അനുസരിച്ച് അങ്ങനെയാണ് താൻ തെസ്സലോനിക്കയിലേക്ക് എത്തുന്നത്. ആദ്യം ഫിലിപ്പി, അത് കഴിഞ്ഞിട്ട് പിന്നെ തെസ്സലോനിക്ക പ്രദേശത്ത് താൻ എത്തി. അപ്പോൾ തെസ്സലോനിക്കയിലെ വിശ്വാസികളെ മാത്രമല്ല, ആ ദൈവം പൗലോസിനെയും കൂട്ടരെയും ഒരുക്കി. അതാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഒരു തെളിവ് ഇതാണ്, പോൾ ആൻഡ് കമ്പനി വർ ഒബീഡിയൻറ്റ് ടു ദ ബർഡൻ ദാറ്റ് ഗോഡ് ഗേവ് ദം. ദൈവം അവർക്ക് കൊടുത്ത ഭാരത്തിനോട് അവർ അനുസരണം കാണിച്ചു. കാരണം പൗലോസിന് അവരുടെ നിസ്സഹായ അവസ്ഥയെ അറിയാം. അതായത് തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ മുമ്പുള്ള അവസ്ഥ എന്താണെന്നും ഒക്കെ പൗലോസിന് അറിയാവുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകളെ പൗലോസ് അനുസരിച്ചു. ഇനി നമുക്ക് മോഡേൺ മിഷൻസിൻ്റെ പിതാവായിരിക്കുന്ന വില്യം കേറി, അദ്ദേഹത്തിൻ്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഇംഗ്ലണ്ടിലായിരുന്ന വില്യം കേറിക്ക് ദൈവം ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിയൊരു ഭാരം നൽകുന്നു. ആ ഭാരത്തിനോടുള്ള അനുസരണ സൂചകമായിട്ട് താൻ ഇംഗ്ലണ്ടിൽ നിന്നും ബംഗാളിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ വില്യം കേറിയുടെ മൂപ്പന്മാർ പറഞ്ഞു, ദൈവം അവർ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അവർ വന്നോളും, നീ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, വേറെ ആരെങ്കിലും ദൈവം അയച്ചോളും. പക്ഷെ അതല്ല, ആ വ്യക്തികളെ പറ്റി ദൈവത്തിനൊരു ഭാരമുണ്ടെങ്കിൽ ആ ഭാരത്തിൻ്റെ ഒരു അംശം വില്യം കേറിക്കും ദൈവം കൊടുത്തു. അതുകൊണ്ടാണ് വില്യം കേറി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വീണ്ടെടുപ്പിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭൂരിഭാഗത്തേക്കായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, ഒരുപാട് ആൾക്കാർ അനേകം പശ്ചാത്തലത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? ചില വ്യക്തികളുടെ ഹൃദയത്തിൽ ദൈവം നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളുടെ കാര്യത്തിൽ ഒരു ഭാരം നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഇത്രയും കഷ്ടം സഹിച്ച് സുവിശേഷം പങ്കിടുന്നത്? വൈ വുഡ് ദേ ടേക്ക് ദ ട്രബിൾ ടു ഷെയർ ദ ഗോസ്പൽ വിത്ത് അതേഴ്സ്? കാരണം സ്നേഹത്താൽ തിരഞ്ഞെടുക്കുന്ന ദൈവത്തിന് മനസ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് നശിച്ചു പോകുന്ന ആൾക്കാരുടെ നിസ്സഹായ അവസ്ഥ അവർക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അവരതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, എനിക്കിപ്പോഴറിയാം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. കാരണം 2001 എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ടീച്ചർ ആത്മനിയന്ത്രണത്തിൽ എന്നോടൊരു ചോദ്യം ചോദിച്ചു. എൻ്റെ രക്ഷയെ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യം ചോദിച്ചു. അതായത് എന്നോട് ക്ലാസ്സിലെ എല്ലാവരോടും രക്ഷയുടെ ഭദ്രതയുടെ കാര്യം പറഞ്ഞപ്പോൾ ആർക്കൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് ബന്ധമുണ്ട് അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുന്നുള്ളതിൻ്റെ ഉറപ്പുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തുറന്നു പറഞ്ഞു എനിക്ക് ഉറപ്പില്ലെന്ന്. അതായത് അതിനും 5 വർഷം മുമ്പ് ഞാൻ ഏറ്റു പറഞ്ഞതാണ്, മനസ്സിലായി. പക്ഷേ 4ാം ക്ലാസ്സിലെ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ഒരു ഏറ്റുപറച്ചിലിന് എന്തർത്ഥമാണ് എന്ന് വെച്ചാൽ, പാപബോധമില്ലാത്ത സമയത്ത് പറഞ്ഞ ആ ഒരു ഏറ്റുപറച്ചിലിൽ ഒരു പ്രയോജനമില്ലാന്ന് മനസ്സിലായത് എൻ്റെ 9ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഞാൻ അത് പറയുന്നത് അന്ന് ദൈവം എന്നോട് ഇടപെട്ടത് ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എന്ന നിലയിൽ, പ്രായോഗികമായിട്ടുള്ളൊരു കാര്യം എന്ന നിലയിൽ നാം മനസ്സിലാക്കേണ്ടത്, എ ബിബ്ലിക്കലി സൗണ്ട് പേഴ്സൺ, ബൈബിൾ വളരെയധികം അറിയുന്ന ഒരാൾ, ഓക്കെ, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ മുറുകെ പിടിക്കുന്ന ഒരാൾ, ആ വ്യക്തി ഒരിക്കലും എന്താ പറയുക, കർത്തവ്യബോധമില്ലാതെ വെറുതെ ഇരിക്കത്തില്ല. ഹി വോണ്ട് സിറ്റ് ബാക്ക്. എന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ നാം 2 കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. ഒന്ന്, ഗോഡ്സ് സോവറിറ്റി, ദൈവത്തിൻ്റെ സർവാധികാരം. 2, മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. ഈ 2 കാര്യങ്ങളും ഒരുമിച്ച് പോകേണ്ടതാണ്. ദൈവത്തിൻ്റെ സർവാധികാരം, മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ ദൈവത്തിന് സർവാധികാരമുണ്ട്, അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ടെന്നുള്ളതല്ല തിരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശം. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ആ വിളിയോട് പ്രതികരിക്കുവാൻ ദൈവം ചില വ്യക്തികളെയും നിയമിച്ചിട്ടുണ്ട്. കൊർന്നേലിയോസിനെ ദൈവം രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ കൊർന്നേലിയോസ് ആരിലൂടെ വചനം കേൾക്കണമെന്നുള്ളതും ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അതാരാ? പത്രോസ്. അതാണ് ഞാൻ പറയുന്നത്. നിനവേലെ ആൾക്കാർ
ദൈവഭാഗത്തേക്ക് വരണമായിരുന്നുവെങ്കിൽ അതിനുള്ള മാധ്യമമായിരുന്നു യോന. യോന എങ്ങോട്ട് പോയാലും ദൈവം അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. ഹീ വിൽ ഗോ അഹെഡ്. അപ്പോൾ ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, he will go ahead to the world to make the word available to those whom the Holy Spirit will lead to, and he will obey God. ആ ഒരു വ്യക്തി ആത്മാവ് തന്നെ എങ്ങോട്ടാണോ അയക്കുന്നത് അവിടേക്ക് ദൈവത്തിൻ്റെ വചനം എത്തിക്കുവാനും അവരെ കേൾപ്പിക്കുവാനും അങ്ങനെ ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കുവാനും താൻ തയ്യാറാകും. അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തെളിവ്, പ്രസംഗിക്കുന്ന ആളിലുള്ള അനുസരണം. പിന്നെ വാക്കാൽ വന്നു, പിന്നെന്തോ, വാക്കാൽ മാത്രമല്ല ശക്തിയിലും വന്നു. The word or the gospel came to them in power. സുവിശേഷ സത്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് the inherent power of God unto salvation. രക്ഷയ്ക്കായിട്ടുള്ള ദൈവശക്തിയുടെ സാന്നിധ്യമുണ്ട് സുവിശേഷത്തിൽ. സുവിശേഷം കേവലം ഒരു സന്ദേശമല്ല. പൗലോസ് അതാണല്ലോ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, I am not ashamed of the gospel. സുവിശേഷത്തെ പറ്റി എനിക്ക് യാതൊരു ലജ്ജയുമില്ല. എന്തുകൊണ്ടാണ്? കാരണം that is the power of God unto salvation, first to the Jew and then to the Greek. യഹൂദന്മാർക്കും പിന്നീട് ജാതികൾക്കും രക്ഷയ്ക്കായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു പ്രദർശനമാണ് സുവിശേഷം. അപ്പോൾ ആ ശക്തി പ്രകടമാകുന്നത് എങ്ങനെയാണ്? യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആ ക്രിയയിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരമുണ്ട്. ആ ശക്തി തന്നെയാണ് ഈ മിഷണറിമാരുടെ പ്രവർത്തനത്തിൽ വ്യാപരിച്ചത്. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ കാണുന്നത്? നമുക്ക് ഇതേ പുസ്തകത്തിൽ തന്നെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്കൊന്ന് നമ്മൾ ശ്രദ്ധയിലിരിക്കാം. 2:10, 2:10. ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനിത്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. ഓക്കെ, ഈ ദൈവശക്തി ഈ മിഷണറിമാരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വ്യാപരിച്ചത് എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. പൗലോസിൻ്റെയും കൂട്ടരുടെയും കൺവേർഷൻ എക്സ്പീരിയൻസിൽ അവർ നേരിട്ട് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ അവർ ഈ തെസ്സലോനിക്ക വിശ്വാസികളുടെ ഇടയിലായിരുന്നപ്പോൾ ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഹോളി, റൈച്ചസ് ആൻഡ് ബ്ലെയിംലെസ്. ഓക്കെ, വിശ്വസിച്ച നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ജീവിതം വിശുദ്ധമായതും നീതിയുള്ളതും നിർമ്മലമായതുമായിരുന്നു. അപ്പോൾ സുവിശേഷം എന്നുള്ളത് അവരുടെ ജീവിതത്തിലൊരു യാഥാർത്ഥ്യമായിരുന്നു, പ്രസംഗിക്കുന്നവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിരുന്നു. പിന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന 2-ാമത്തെ കാര്യം, they presented the gospel in such a way that the hearers understood that it was not an ordinary message. ഇതൊരു സാധാരണ സന്ദേശമല്ല എന്ന് തിരിച്ചറിയത്തക്ക രീതിയിൽ അങ്ങനെയാണ് ഇവർ ഈ സുവിശേഷത്തെ അവതരിപ്പിച്ചത്. Rather, they knew that what they heard was powerful enough to transform their lives from idol worship to worshiping God. വിഗ്രഹാരാധനയിൽ നിന്നും ദൈവത്തെ ആരാധിക്കത്തക്ക നിലയിലുള്ള അത്രയും ഒരു രൂപാന്തരത്തിൻ്റെ ശക്തി ഈ വാക്കുകളിലുണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കി, ഈ കേൾവിക്കാർ മനസ്സിലാക്കി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൻ്റെ ഒരു സമ്മറി എന്ന നിലയിൽ ഈ തെസ്സലോനിക്ക വിശ്വാസികൾ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലായിരുന്നുവെങ്കിൽ സുവിശേഷത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ ശക്തിയെ അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. ഒരു പ്രയോജനവുമില്ലാത്ത ഒരു സന്ദേശമായി അവരുടെ കാതുകളിൽ ഇത് പതിയും. മനസ്സിലായോ? ദൈവത്തിൻ്റെ സന്ദേശം എല്ലാവരുടെ ഉള്ളിൽ ഒരുപോലെ പ്രവർത്തിക്കുന്നില്ല. എത്ര പേരോട് നമ്മൾ സുവിശേഷം പറയുന്നു? എന്തുകൊണ്ടാണ് ചിലർ അതിൽ വിശ്വസിക്കുന്നത്? അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു വ്യാപാരവും ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു വ്യാപാരം ഉള്ളത് കൊണ്ടാണ് അവർ ക്രിയാത്മകമായിട്ട് ഇത് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ പോകുന്ന ഒരു സന്ദേശമായിട്ട് മാത്രമേ അത് ഇരിക്കുന്നുള്ളൂ. അപ്പോൾ സുവിശേഷം അവരുടെ അടുത്ത് വചനത്താൽ മാത്രമല്ല ശക്തിയിലും വന്നു. പിന്നെ നാം കാണുന്നത് 6-ാമത്തെ വാക്യത്തിൽ ആത്മാവിലും വന്നു. ഇറ്റ് കെയിം ത്രൂ ദി ഹോളി സ്പിരിറ്റ്, ഇൻ ദ ഹോളി സ്പിരിറ്റ്. നമ്മൾക്കറിയാം അപ്പോസ്തലപ്രവൃത്തി 13-ലും 16-ലും 13-ല് ആത്മാവാണ് ഇവരെ ഈ മിഷണറി യാത്രയ്ക്കായിട്ട് വിളിക്കുന്നത്. 16-ല് അവരുടെ വഴികളെ നിശ്ചയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്.
ഓക്കെ, ഇതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇവരുടെ ഹൃദയത്തെയും ജീവിതത്തെയും നിയന്ത്രിച്ചത്. അപ്പോൾ അവരുടെ വിളിയും അവരുടെ വഴിയും അവരുടെ ഹൃദയത്തെയും നിയന്ത്രിച്ചത് പരിശുദ്ധാത്മാവാണ്. ഇങ്ങനെ പരിശുദ്ധാത്മാവിന് കീഴടങ്ങി നിന്നപ്പോൾ ഇവർ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് ഒരു അടിസ്ഥാനമായിട്ട് ഇവരുടെ ജീവിതം മാറി. ഓക്കെ, അപ്പോൾ പ്രസംഗിക്കുന്ന ആളുടെ വാക്കുകൾ മാത്രമല്ല, അവരുടെ പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയുള്ള ജീവിതവും അതിനൊരു മുതൽക്കൂട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ദ ഗോസ്പൽ കെയിം ടു ദം ഇൻ ഫുൾ കൺവിക്ഷൻ. പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ടാണ് സുവിശേഷം ഇവരുടെ അടുത്ത് നിന്നും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഓക്കെ, ഈ സിനിമാ നടന്മാര് ചില പരസ്യങ്ങളിൽ അഭിനയിക്കും, പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കും. അവരെന്തുകൊണ്ടാണ് അതിൽ അഭിനയിക്കുന്നത്? അവർ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടോ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടോ ഒന്നുമല്ല. അവർക്ക് കാശ് കിട്ടുന്നു, അഭിനയിക്കുന്നു, പോകുന്നു എന്നുള്ളതിൽ ഉപരി വേറൊരു കമ്മിറ്റ്മെൻറ്റും ഇതിലില്ല. എന്നാൽ ഇവിടെ അതല്ല നമ്മൾ കാണുന്നത്. ഈ മിഷണറിമാർ സുവിശേഷ സത്യങ്ങൾ സംസാരിക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ്. അതായത് അവരെന്തൊക്കെയാണ് പറഞ്ഞത്? വിഗ്രഹങ്ങളുടെ വ്യർത്ഥതയെ പറ്റി പറഞ്ഞു, രക്ഷ നൽകുന്ന ദൈവത്തിൻ്റെ സഫിഷ്യൻസിയെ പറ്റി പറഞ്ഞു. ഇതെല്ലാം സത്യമാണെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. പറയുന്ന ആൾക്ക് ബോധ്യമുണ്ടെങ്കിലേ കേൾവിക്കാർക്ക് ബോധ്യം ഉണ്ടാകത്തുള്ളൂ. അതിപ്പോൾ ഏതെങ്കിലും സുവിശേഷം ഇങ്ങനെ പറഞ്ഞിരിക്കട്ടെ, ഞാൻ സ്വർഗത്തിൽ പോകുന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഇത് വിശ്വസിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും. അതിലെന്താ എന്തെങ്കിലും പ്രയോജനമുള്ളത്? ദർ ഇസ് നോ ഫൺ ഇൻ ദാറ്റ്. ഓക്കെ, സി, ഈ സന്ദേശം തന്നെ ഒന്ന് നോക്കിക്കേ. ക്രൂശിക്കപ്പെട്ട മശിഹയുടെ സന്ദേശം അന്നത്തെ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വളരെ ലജ്ജാകരമായിട്ടൊരു സന്ദേശമാണ്. കാരണം യഹൂദനെ സംബന്ധിച്ചിടത്തോളം മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്. ഒരു യവനനെ സംബന്ധിച്ചിടത്തോളം ക്രൂശിൽ കിടക്കുന്ന ഒരു വ്യക്തി ഒരു ക്രിമിനലാണ്. അപ്പോൾ യേശു ശപിക്കപ്പെട്ടവനുമല്ല ക്രിമിനലുമല്ല എന്നുള്ള ബോധ്യം ഉണ്ടായാൽ മാത്രമേ ഇത് ശരിയായിട്ട് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. കാരണം അന്നത്തെ ലോകത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സന്ദേശം ഒരു വ്യക്തി ധൈര്യമായിട്ട് പറയണമെങ്കിൽ സ്വന്തം ബോധ്യം വേണ്ടേ? സ്വന്തമായിട്ടൊരു ബോധ്യം വേണം. അപ്പോൾ ഈ പ്രീച്ചിങ്ങിൽ ആ ഒരു ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ 2 വാക്യങ്ങളിൽ നിന്നും കാണുന്ന കാര്യം. അപ്പോൾ ഈ 2 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ചില ലെസൺസ് നമുക്ക് പറഞ്ഞ് ഞാൻ വേഗത്തിൽ എൻ്റെ ഈ സെഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്ന്, എലക്ഷൻ ഫോർ എറ്റേണൽ ലൈഫ് ഈസ് നെവർ ടു ബി സീൻ ആസ് എ പാർഷ്യാലിറ്റി ഓൺ ഗോഡ്സ് പാർട്ട്. നിത്യജീവനിലേക്കായിട്ടുള്ള തിരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയം നമ്മൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തൊരു പക്ഷാഭേദമായിട്ട് നാം അതിനെ കാണാൻ പാടില്ല. പലപ്പോഴും ആൾക്കാർ ഇങ്ങനൊരു ആരോപണം ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുവരാറുണ്ട്. ദൈവം ചിലരെ മാത്രം തിരഞ്ഞെടുക്കുന്നു, മറ്റു ചിലരെ തിരഞ്ഞെടുക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പക്ഷാഭേദമല്ല എന്ന് പലപ്പോഴും ഒരു സംശയം ഈ പരിമിതിയുള്ള മനസ്സിൽ നിന്നും നമുക്കും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപസംബന്ധമായിട്ടുള്ള കാരണത്താൽ നാം എല്ലാവരും ന്യായവിധിക്ക് അകപ്പെടേണ്ടവരാണ്. ദൈവം നമുക്ക് ആർക്കും രക്ഷ നൽകുവാൻ കടക്കാരനല്ല. ഇങ്ങനെയുള്ളൊരു ആരോപണം ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന ആൾക്കാർ പോലും മനസ്സിലാക്കേണ്ടത് അവർ പോലും ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. അവരോട് പോലും ദൈവത്തിന് രക്ഷ നൽകുവാൻ ദൈവത്തിന് യാതൊരു ബാധ്യതയുമില്ല. നിയമം ലംഘിക്കുന്നവൻ എന്ത് ചെയ്യണം? ശിക്ഷിക്കപ്പെടണം. നമ്മളെല്ലാവരും നിയമം ലംഘിച്ചവരാണ്. അങ്ങനെ ആകുമ്പോൾ നിയമം ലംഘിച്ച നമുക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അടുത്ത് ദൈവം അനീതി കാണിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു ആരോപണം ദൈവത്തിന് മുമ്പാകെ കൊണ്ടുവരുവാൻ സാധ്യമല്ല. കാരണം നമ്മൾ അനീതിയുള്ളവരാണ്. അപ്പോൾ നമുക്കൊരിക്കലും എന്താ പറയുക, ദൈവം നമുക്ക് രക്ഷ തരുവാൻ ബാധ്യസ്ഥനാണെന്നുള്ള രീതിയിൽ നമുക്ക് ദൈവത്തെ സമീപിക്കുവാൻ കഴിയത്തില്ല. അവിടെയാണ് നമ്മൾ പ്രശ്നം. പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുടെ മനസ്സിലുള്ള കുഴപ്പം ഗോഡ് ഇസ് എൻറ്റൈറ്റിൽഡ് ടു ഗിവ് എ സാൽവേഷൻ എന്ന നിലയിലാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. നമ്മൾക്ക് ദൈവം രക്ഷ തരുവാൻ ബാധ്യസ്ഥനാണെന്നുള്ള നിലയിലാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഔട്ട് ഓഫ് എ സോവറൻ ചോയ്സ് ഹി ചൂസസ് ടു എലക്ട് സം ഫോർ ഇറ്റേണൽ ലൈഫ് and passes over others because he is gracious to those because he is gracious.
തൻ്റെ സർവാധികാരത്തിലുള്ള തിരഞ്ഞെടുപ്പ് നിമിത്തം ചില വ്യക്തികളെ നിത്യജീവനിലേക്കായിട്ട് തിരഞ്ഞെടുക്കുകയും ബാക്കിയുള്ളവരെ തിരഞ്ഞെടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, താൻ കൃപാലു ആയതുകൊണ്ട് താൻ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ദൈവം രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തികളെ നാം നോക്കുമ്പോൾ, അവരെ ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവരെ ദൈവം ഇതിനായിട്ട് തിരഞ്ഞെടുക്കുവാൻ അവരുടെ ഉള്ളിൽ മതിയായ കാരണങ്ങളൊന്നുമില്ല. അതായത് നമ്മളെ ദൈവം രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ നമ്മളിൽ എന്തെങ്കിലും നന്മ ഉണ്ടായിട്ടാണോ ദൈവം നമ്മളെ ഇതിനായിട്ട് തിരഞ്ഞെടുത്തത്? ഒരിക്കലുമല്ല. ഇനിയിപ്പോൾ നമുക്ക് പഴയ നിയമത്തിൽ ഒരു ഉദാഹരണം എടുക്കാം. യാക്കോബ്, ഏശാവിനെ ഞാൻ വെറുത്തിരിക്കുന്നു, യാക്കോബിനെ സ്നേഹിച്ചിരിക്കുന്നു. യാക്കോബിനെ സ്നേഹിക്കാൻ മാത്രം എന്താ യാക്കോബിനുള്ളത്? അപ്പനെയും ചേട്ടനെയും പറ്റിച്ചു. ആ ഭാഗം ഒന്ന് വായിച്ചാൽ യാക്കോബിൻ്റെ ഒരു പേടി, ഇസഹാക്ക് ഇത് കണ്ടുപിടിച്ചാൽ അനുഗ്രഹത്തിന് പകരം ശാപമാണ് കിട്ടുന്നതെന്ന് യാക്കോബ് പറഞ്ഞു. അപ്പോൾ റബേക്ക പറഞ്ഞു, ഒന്നും നോക്കണ്ട, ശാപം മുഴുവൻ എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഓക്കെ, അപ്പം ശാപം എനിക്കല്ല അമ്മയ്ക്ക്. അപ്പോൾ അമ്മയും പറ്റിക്കുന്നു. പിന്നെ ലേയോട് അതിക്രൂരമായിട്ടുള്ള രീതിയിലുള്ളൊരു ദാമ്പത്യ ജീവിതമാണ് ജീവിച്ചത്. പക്ഷഭേദം കാണിക്കുന്നു യോസെഫിൻ്റെയും ബെന്യാമിൻ്റെയും കാര്യത്തിൽ. ഓക്കെ, ഇങ്ങനെയുള്ള ഒരാൾ എന്തടിസ്ഥാനത്തിലാണ് സ്വർഗത്തിൽ ചെല്ലേണ്ടത്? ക്രിയകളുടെ കാര്യം മാത്രം നോക്കിയല്ല, അതും വർഷങ്ങളോളം. ദൈവം 20 വർഷം കാത്തിരുന്നിട്ട് പിന്നെ അരയ്ക്കൊരു പണി കൊടുത്തപ്പോൾ കീഴടങ്ങിയെന്നേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് മൽപ്പിടുത്തമാണ്. ഇങ്ങനെയുള്ളൊരു വ്യക്തി എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറുവാൻ മാത്രമുള്ള യോഗ്യതകൾ? എന്തോ യോഗ്യതയാണ് ഇദ്ദേഹത്തിനുള്ളത്? ഒന്നുമില്ല. സോ പക്ഷാഭേദം എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ഡിസ്കഷനിൽ നിന്നും മാറ്റാം. കാരണം ദൈവം ആരുടെ മുഖത്തും മുഖപക്ഷം കാണിക്കുന്ന ഒരാളല്ല. ഹി ഈസ് നോട്ട് പാർഷ്യൽ ടു എനിവൺ. പിന്നെ എന്തുകൊണ്ട് ദൈവം ചിലരെ തിരഞ്ഞെടുക്കുന്നു? സി, ഹി സെറ്റ്സ് ഹിസ് ലവ് അപ്പോൺ ദം. ദൈവം അവരെ സ്നേഹിച്ചു എന്നുള്ളതല്ലാതെ വേറൊരു ഉത്തരവും നമുക്ക് ഇല്ല. നമ്മൾ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? ബിക്കോസ് ഗോഡ് ലവ്ഡ് us. നമ്മളിൽ എന്തുണ്ട്? ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ദിസ് ഇസ് ഓൾ വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. സി, ഇത്തരം അമാനുഷികമായിട്ടുള്ളൊരു സ്നേഹത്തിൻ്റെ പ്രദർശനമില്ല എങ്കിൽ മനുഷ്യൻ ഒരിക്കലും തൻ്റെ പ്രയത്നത്താൽ ദൈവത്തോട് ബന്ധപ്പെടാൻ സാധ്യതയില്ല. ഇഫ് ദർ ഇസ് നോ സൂപ്പർ നാച്ചുറൽ എഫേർട്ട് ഓഫ് ഗോഡ്സ് ലവ് അപ്പോൺ us, we on our own we will never be in a relationship with God. കാരണം എന്താ അറിയോ? നമ്മൾ ആരും സ്വമേധ്യ ദൈവത്തെ അന്വേഷിക്കുന്നവരല്ല. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, there is no one righteous, there is no one who seeks after God. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവരാരുമില്ല. അതുകൊണ്ട് എലക്ഷൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയം നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട മനോഭാവം ഗ്രാറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ നന്ദി ആണ്, സ്തോത്രമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ലെസൺ, 4-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ തെരഞ്ഞെടുപ്പിൻ്റെ തെളിവുകളുടെ ഒരു ലിസ്റ്റ് നാം കാണുന്നുവെങ്കിലും നാം കാണുന്നത്, ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വചനം ഷെയർ ചെയ്യുന്നവരുടെ ബന്ധത്തിലുള്ള തെളിവുകളാണ്. ഓക്കെ, കേൾവിക്കാരിലും തെളിവുകളുണ്ട്, ഷെയർ ചെയ്യുന്ന ആൾക്കാരിലും തെളിവുകളുണ്ട്. അപ്പോൾ ഷെയർ ചെയ്യുന്ന ആൾക്കാരിലുള്ള തെളിവുകൾ, അതായത് സുവിശേഷം പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടവരുടെ അനുസരണവും വിശ്വസ്തതയുമാണ് അതിലൊന്നാമത്തെ കാര്യം. ദി ഒബീഡിയൻസ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ദോസ് ഹു ആർ കോൾഡ് ടു പ്രീച്ച് ദ ഗോസ്പൽ. രണ്ടാമത്, ഈ പ്രസംഗിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയുടെ സാന്നിധ്യം, ആ ശക്തി അവരുടെ പ്രസംഗത്തിലും ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ രണ്ടാമത്തെ തെളിവ്. പ്രസംഗത്തിൽ ശക്തിയുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അത് വാക്ചാതുര്യമല്ല. ഇറ്റ്സ് നോട്ട് എലക്വൻസ്. പ്രസംഗത്തിൽ ശക്തി ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? The preacher will present the gospel in a way that it has the potential to change a person from within. ഒരു വ്യക്തിയെ ഉള്ളിൽ നിന്നും മാറ്റത്തക്ക രീതിയിലുള്ള അത്രയും സാധ്യത ഉള്ള ഒരു സന്ദേശമായിട്ടാണ് പ്രാസംഗികൻ ഇതിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് വസ്തുതകളിൽ ചില എക്സെപ്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഒരു ചോദ്യം ഫേസ് ചെയ്യുന്നുണ്ട്.
ഡു വി സ്പീക്ക് ആൻഡ് പ്രസന്റ് ദ ഗോസ്പൽ in a way that it has the power to transform the lives of listeners? കേൾവിക്കാരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുവാൻ ശക്തിയുള്ള ഒരു സന്ദേശമായിട്ട് നാം ഇതിനെ പ്രസംഗിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ടോ? പലപ്പോഴും സുവിശേഷം എന്നുള്ളത് വെറും ഒരു സന്ദേശമായിട്ട് മാത്രമേ നമ്മളുടെ മനസ്സിലിരിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ സുവിശേഷം ഷെയർ ചെയ്യുമ്പോൾ കേവലം സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു സന്ദേശമായിട്ട് മാത്രമല്ല, അവരുടെ ഇവിടെ ഉള്ള ജീവിതം മാറാനുള്ള ഒരു സന്ദേശമായിട്ട് നാം ഇതിനെ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ അതിപ്പോൾ പുറമേ ഉള്ള ആൾക്കാരുടെ മാത്രമല്ല, നമ്മളുടെ സഭയ്ക്കുള്ളിലെ ആൾക്കാരുടെ അടുത്ത് നാം ഈ സത്യങ്ങൾ പിന്നെയും പിന്നെയും പറയുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഉന്നം വെക്കേണ്ടത് എന്താ? നാം വിശ്വസിക്കുന്ന, പ്രഖ്യാപിക്കുന്ന, ആഘോഷിക്കുന്ന ഈ സന്ദേശം അത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു സന്ദേശമായിട്ട് നാം ഇതിനെ അവതരിപ്പിക്കാറുണ്ടോ? അതൊക്കെ പോട്ടെ, ഈ ഒരു രൂപാന്തരം നമ്മുടെ ഈ പ്രസംഗിക്കുന്നവരുടെ ജീവിതത്തിലുണ്ടോ? അതാണ് പലപ്പോഴും ഇല്ലാത്തത്. ദാറ്റ്സ് നോട്ട് ഹാപ്പനിങ് മോസ്റ്റ് ഓഫ് ദ ടൈം. ഇനി മൂന്നാമത്തെ ലെസൺ, ദി ഓൺഗോയിങ് ഗൈഡൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഇൻ ടേംസ് ഓഫ് മിനിസ്ട്രി ആൻഡ് ലൈഫ് ഓഫ് ദോസ് ഇൻവോൾവ് ഇൻ മിഷൻ. ശുശ്രൂഷയുടെ കാര്യത്തിലും ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ തുടർമാനമായിട്ടുള്ള നിയന്ത്രണം, ജീവിതത്തിൽ തുടർമാനമായിട്ടുള്ള നിയന്ത്രണം, അതാണ് പ്രസംഗിക്കുന്ന ആളിൽ ഉള്ള തെളിവ്. തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ പ്രസംഗിക്കുന്ന ആളുടെ ജീവിതത്തിലെ മൂന്നാമത്തെ തെളിവ് ഇതാണ്. എന്നുവെച്ചാൽ അവർ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൻ്റെ സത്യാവസ്ഥ തെളിയിക്കുന്നത് പ്രസംഗിക്കുന്ന ആളുടെ അനുസരണത്തിലൂടെയാണ്. നാലാമതായിട്ട്, ലോകം ഇതിനെ ഭോഷ്കായിട്ട് അല്ലെങ്കിൽ ഭോഷത്തരമായിട്ട് ഒരു ഇടർച്ചയായിട്ട് കാണുന്ന ഒരു സന്ദേശത്തെ പറ്റി പൂർണ്ണ ബോധ്യം പ്രാസംഗികർക്കുണ്ടാവുന്നു എങ്കിൽ അത് ഒരു തെളിവാണ് ഓഫ് ദി എലക്ഷൻ. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഇടയിൽ നമ്മളിത് അത്രയും ചർച്ച ചെയ്യുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കാൽവിനിസം എന്നുള്ള ഒരു നല്ലൊരു വിഷയത്തെ വളരെ വികലമാക്കി രണ്ടറ്റത്തേക്കും പോകുന്ന ഒരു പ്രവണത നമ്മളുടെ ഇടയിലുണ്ട്. വളരെ ചുരുക്കി വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ആശയം എന്ന് പറയാം. കാൽവിനിസം എന്ന് പറഞ്ഞാൽ രക്ഷയുടെ കാര്യത്തിൽ കാൽവിനിസം രണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ സർവാധികാരം. രണ്ട്, മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. ഗോഡ് സോവറിറ്റി, മാൻസ് റെസ്പോൺസിബിലിറ്റി. ഇതിലാണ് നാം നിൽക്കേണ്ടത്. ഇതിനെ രണ്ടിനെയും തുല്യമായിട്ടാണ് നാം കാണേണ്ടത്. ഓക്കെ, കാൽവിനിസം എന്നുള്ള വിഷയത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ട്. ഇതിൻ്റെ രണ്ടറ്റത്തും ഡേഞ്ചറസ് ആയിട്ടുള്ള, അപകടകാരിയായിട്ടുള്ള രണ്ട് വേറെ കാര്യങ്ങളുണ്ട്. ഒന്ന് ഹൈപ്പർ കാൽവിനിസമാണ്. ഓക്കെ, ഹൈപ്പർ കാൽവിനിസത്തിൽ ദൈവത്തിൻ്റെ സർവാധികാരത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. അവിടെ മനുഷ്യൻ്റെ ഉത്തരവാദിത്തത്തിന് യാതൊരു സ്ഥാനവുമില്ല. അതായത് വില്യം കേരിയുടെ മൂപ്പന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ വില്യം കേരിയുടെ മൂപ്പന്മാർ പറഞ്ഞു, ദൈവത്തിന് ഇന്ത്യയിലെ ജനങ്ങളെപ്പറ്റി ഭാരമുണ്ടെങ്കിൽ ദൈവം അവരെ രക്ഷിച്ചോളും, അതിന് നീ പോകണ്ട. അതാണ് ഹൈപ്പർ കാൽവിനിസം. ഓക്കെ, അതാണ് ഹൈപ്പർ കാൽവിനിസം. അത് വചനത്തിന് വിരോധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം കേൾവിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അത് കേൾപ്പിക്കുന്നവരെയും ദൈവം ഒരുക്കുന്നുണ്ട്. ആരോ പറഞ്ഞതുപോലെ, ഇഫ് ഗോഡ് ഹസ് ഡിസൈൻഡ് nail to be driven into the wall, he has also designed the hammer that will push the nail in. അതായത് ഒരു ഭിത്തിയിൽ ഒരു ആണി തറയ്ക്കപ്പെടുവാൻ ദൈവം മുൻ നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ആണി അകത്തേക്ക് തറയ്ക്കുവാനുള്ള ചുറ്റികേനെ ദൈവം മുൻ നിർണയിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു ആണി ഒറ്റയ്ക്ക് അങ്ങോട്ട് കയറി പോകത്തില്ല. അതിനെ അടിക്കാൻ ഒരു ചുറ്റിക വേണ്ട, അതിനെയും ദൈവം മുൻ നിർണയിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പർ കാൽവിനിസത്തിൽ ആണി തന്നെ കയറിക്കോളും, ആണി തന്നെ കയറിക്കോളും എന്നുള്ളത് അവിടെ വെച്ചാൽ മതി, ആണി തന്നെ കയറിക്കോളും എന്നുള്ളതാണ് ഹൈപ്പർ കാൽവിനിസം. കാൽവിനിസം എന്ന് പറയുന്നത് ആണിയും ചുറ്റികയും ദൈവം വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിൽ അർമേനിയനിസമാണ്. അതായത് ഈ കൂട്ടറിൽ ദൈവത്തിൻ്റെ സർവാധികാരത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. അവിടെ മനുഷ്യൻ്റെ തീരുമാനമാണ് അന്തിമം. അതായത്
അർമേനിയനിസ്റ്റ് പറയുന്നത് ദൈവം എന്നെ തിരഞ്ഞെടുത്താലും ഞാൻ സമ്മതം പറയണമല്ലോ, എൻ്റെ സമ്മതമില്ലാതെ ദൈവത്തിനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ. അതാണ് അർമേനിയനിസം പറയുന്നത്. അപ്പോൾ ദൈവത്തിന് സർവാധികാരത്തേക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത് എന്താ? മനുഷ്യൻ്റെ തീരുമാനത്തിലാണ്. ഓക്കെ. അപ്പോൾ ഈ ആണിയുടെ വിഷയത്തിൽ ഈ തറയിലുള്ള ആണി ഒറ്റയ്ക്ക് അവിടെ കയറിപ്പോക്കോളും. മനസ്സിലായില്ലേ? ഈ തറയിലുള്ള ആണി ഒറ്റയ്ക്ക് കയറിപ്പോക്കോളും. ആണി എപ്പോൾ പറയുന്നു അപ്പോൾ ചുറ്റിക വരണം. അതാണ് ഇതിലെ വ്യത്യാസം. അപ്പോൾ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടാവേണ്ടത് ഇതാണ്. ദൈവത്തിൻ്റെ സർവാധികാരത്തിൻ്റെയും മനുഷ്യൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെയും ഒരു സന്തുലിതമായിട്ടുള്ള ഒരവസ്ഥ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വേണം നാം എല്ലാവരും എത്തിച്ചേരുവാൻ. ഓക്കെ. കേൾവിക്കാരിലും പ്രാസംഗികരിലും ഒരുപോലെ ഫോക്കസ് ചെയ്യുന്ന ഒരു തിയോളജി, അതാണ് ബൈബിൾ പറയുന്നത്. എപ്രകാരം തെസ്സലോനിക്കയിലെ വിശ്വാസികളെയും പൗലോസിനെയും ദൈവം ഒരുക്കിയോ, യോനെയും നിനവേനെയും ഒരുക്കിയോ, കൊർന്നേലിയോസിനെയും പത്രോസിനെയും ഒരുക്കിയോ, അതുപോലെയാണ് നാം കാണേണ്ടത്, വേറെ ഒന്നിലുമല്ല. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം. അടുത്ത മാസം ദൈവം അനുവദിച്ചാൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ നാം കാണാൻ പോകുന്ന വിഷയം ഈ വിശ്വാസികളുടെ പ്രതികരണമാണ്. അതായത് ഇപ്പോൾ നാം കണ്ടത് എന്താ? ഇവർ പ്രാസംഗികർ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രാസംഗികർ പ്രകടമാക്കിയ റെസ്പോൺസാണ്. ഇവിടെ തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നാമം മഹത്വപ്പെടുമാറാകട്ടെ.